പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റിനെ കുറിച്ചാണ്. എന്താണത്? ബജറ്റ് അനാലിസിസ്. ബജറ്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. ബജറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ എസ്റ്റിമേറ്റ്സ് ഓഫ് റെസിപ്റ്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ. അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള റവന്യൂവിന്റെയും അല്ലെങ്കിൽ റെസിപ്റ്റിന്റെയും എക്സ്പെൻഡിച്ചറിന്റെയും എസ്റ്റിമേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന എസ്റ്റിമേറ്റ്സ് ഓഫ് റെസിപ്റ്റ് എന്നതിനെ കുറിച്ചാണ്. റെസിപ്റ്റ് എന്ന വരുമാനത്തിന്റെ എസ്റ്റിമേറ്റ്, നെക്സ്റ്റ് ഫിനാൻഷ്യലിലേക്കുള്ള വരുമാനത്തിന്റെ എസ്റ്റിമേറ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അത് പറയുമ്പോൾ ആദ്യം നമ്മൾ ബജറ്റ് സർക്കുലർ എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. ബജറ്റ് സർക്കുലർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഒഫീഷ്യൽ ഡോക്യുമെന്റ് ഇഷ്യൂഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ടു ഗൈഡ് വേരിയസ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്, മിനിസ്ട്രി ആൻഡ് ഏജൻസി in preparing their budget estimate for the upcoming financial year. അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ബജറ്റ് എസ്റ്റിമേറ്റിന്റെ പ്രിപ്പറേഷൻ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് വേരിയസ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്, മിനിസ്ട്രി, ഏജൻസികൾക്ക് നൽകുന്ന ഒഫീഷ്യൽ ഡോക്യുമെന്റ് ആണ് ബജറ്റ് സർക്കുലർ എന്ന് പറയുന്നത്. ബജറ്റ് സർക്കുലർ പുറപ്പെടുവിച്ച് കഴിഞ്ഞാലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ഡിപ്പാർട്ട്മെന്റും അവരുടെ റെസിപ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇറ്റ് സെറ്റ്സ് ദ ഫ്രെയിംവർക്ക്, ഡെഡ്ലൈൻ ആൻഡ് ഗൈഡ് ലൈൻസ് ഫോർ ബജറ്റ് ഫോർമുലേഷൻ. ബജറ്റ് ഫോർമുലേഷന്റെ ഫ്രെയിംവർക്ക് ഇത് സെറ്റ് ചെയ്ത് തരും, ഡെഡ് ലൈൻ ഉണ്ടായിരിക്കും, ഗൈഡ് ലൈൻസ് ഉണ്ടാവും. എൻഷുറിംഗ് കൺസിസ്റ്റൻസി ആൻഡ് അലൈൻമെന്റ് വിത്ത് ദ ഗവൺമെന്റ് ഫിസിക്കൽ പോളിസി. കമൻസ്മെന്റ് ഓഫ് ബജറ്റ് പ്രോസസ് ടേക്ക് പ്ലേസ് വിത്ത് ഇഷ്യൂ ഓഫ് ദ ബജറ്റ് സർക്കുലർ. ബജറ്റ് സർക്കുലർ പുറപ്പെടുവിക്കുന്നതോടുകൂടിയാണ് അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ബജറ്റ് പ്രസന്റ് ചെയ്യുന്നതിനുള്ള ബജറ്റിന്റെ പ്രോസസ്സിന് തുടക്കമാകും. ഇത് നോർമലി തുടങ്ങാറുള്ളത് സെപ്റ്റംബർ ആണ് ഓരോ വർഷത്തിൽ. Estimate of receipt. Government receipts are broadly classified into revenue receipt and capital receipt. ഗവൺമെന്റിന്റെ റെസിപ്റ്റ് രണ്ട് തരണ്ട്, റവന്യൂ റെസിപ്റ്റും ക്യാപിറ്റൽ റെസിപ്റ്റും. ഇതിന്റെ ഗൈഡ് ലൈൻസ്, എസ്റ്റിമേഷൻ, സബ്മിഷൻ, അസസ്മെന്റിന്റെ ഗൈഡ് ലൈൻസ് ഇതിൽ നൽകിയിട്ടുണ്ടാവും. അപ്പോൾ ബഡ്ജറ്റ് സർക്കുലർ റവന്യൂ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ വിച്ച് കൺസിസ്റ്റ് ടാക്സ് റവന്യൂ ഉണ്ടാവും, നോൺ ടാക്സ് റവന്യൂ ഉണ്ടാവും. അതിൽ ടാക്സിലൂടെ കിട്ടുന്ന റവന്യൂ ഉണ്ടാവും, നോൺ ടാക്സിലൂടെ കിട്ടുന്നു. Capital receipt which consists of debt receipt, borrowing, non-debt capital receipt, disinvestment and repayment of loans and other receipt. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം റവന്യൂ റെസിപ്റ്റ് ആണ് പറയുന്നത്. റവന്യൂ റെസിപ്റ്റ് കംപ്രൈസ് ഫണ്ട് കളക്റ്റഡ് ബൈ ദ ഗവൺമെന്റ് വിതൗട്ട് എനി റീപേയ്മെന്റ് ഒബ്ലിഗേഷൻ. റവന്യൂ റെസിപ്റ്റിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാല് അത് നമ്മൾ തിരിച്ചടക്കേണ്ടതില്ലാത്ത വരുമാനമാണ്. ഓക്കെ, നമ്മൾ ഫണ്ട് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ തിരിച്ചടക്കണ്ട. അതുകൊണ്ടാണ് റവന്യൂ റെസിപ്റ്റ് എന്ന് പറയാൻ കാരണം. അത് വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ അത് ടാക്സ് റവന്യൂ ഉണ്ടാവും, നോൺ ടാക്സ് റവന്യൂ ഉണ്ടാവും. ടാക്സ് റവന്യൂ കൺസിസ്റ്റ് ഓഫ് ദ കളക്ഷൻ ഓഫ് ഡയറക്റ്റ്, ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ടാവും. ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ ഇൻ കൺസൾട്ടേഷൻ വിത്ത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് ആൻഡ് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ് എസ്റ്റിമേറ്റ് ടാക്സ് കളക്ഷൻ ബേസ്ഡ് ഓൺ എക്കണോമിക് ഗ്രോത്ത് പ്രൊജക്ഷൻ, പോളിസി ചേഞ്ച് ആൻഡ് പാസ്റ്റ് ട്രെൻഡ്സ്. പാസ്റ്റ് ട്രെൻഡ്സിന്റെയും പോളിസി ചേഞ്ചിന്റെയും ഗ്രോത്ത് പ്രൊജക്ടിന്റെയും അടിസ്ഥാനത്തിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂന്റെയും സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ഓഫ് ടാക്സിന്റെയും സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസിന്റെയും അതിന്റെ ബേസ് അവരോട് ചോദിച്ചുകൊണ്ട്, അവരോട് കൺസൾട്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, ടാക്സ് റവന്യൂ എസ്റ്റിമേറ്റ് ചെയ്യും. ഓക്കെ, ഇനി നോൺ ടാക്സ് റവന്യൂ റെഫേഴ്സ് ടു ഗവൺമെന്റ് ഏർണിംഗ്സ് ഫ്രം സോഴ്സ് അതർ ദാൻ ടാക്സ്. ടാക്സ് എന്നല്ലാതുള്ള ഏർണിംഗ്സിനെ എന്ത് പറയാ, നോൺ ടാക്സ് റവന്യൂ. അതിൽ ഒന്നാമത്തത് ഇൻട്രസ്റ്റ് റെസിപ്റ്റ്. നമ്മൾ എന്തെങ്കിലും ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് റെസിപ്റ്റ്. ഡിവിഡൻഡ് ആൻഡ് പ്രോഫിറ്റ്, അല്ല ബിസിനസ്സിലുള്ള ഡിവിഡൻഡ്, പ്രോഫിറ്റ്, വരുമാനം. അതർ റവന്യൂ റെസിപ്റ്റ് ഫീസ്, ഫൈൻസ്, പെനാൽറ്റീസ് ആൻഡ് ചാർജസ് ഫോർ ഗവൺമെന്റ് സർവീസ്. ഫീസായിട്ട്, ഫൈനായിട്ട്, നമ്മൾ റോഡിലൂടെ വണ്ടി ഓടിച്ച് പോവാണ്, നമുക്ക് ഫൈൻ കിട്ടുകയാണെങ്കിൽ എന്താണ്, ഇതെന്താണ്, നോൺ ടാക്സ് റവന്യൂ ആണ്. പെനാൽറ്റി ആയിട്ട് കിട്ടുന്നത് ചാർജ് ഫോർ ഗവൺമെന്റ് സർവീസ്. എസ്റ്റിമേറ്റ് ഓഫ് നോൺ ടാക്സ് റവന്യൂ ആർ കളക്റ്റഡ് ഫ്രം റെസ്പെക്റ്റീവ് മിനിസ്ട്രി ആൻഡ് ഡിപ്പാർട്ട്മെന്റ്. നോൺ ടാക്സ് റവന്യൂന്റെ എസ്റ്റിമേറ്റ് കളക്ട് ചെയ്യുന്നത് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മിനിസ്ട്രിയിൽ നിന്നാണ്. കമ്പൈൽഡ് ബൈ ദ ബഡ്ജറ്റ് ഡിവിഷൻ. എന്നിട്ട് എന്ത് ചെയ്യും, അത് കമ്പൈൽഡ് ചെയ്യും ആര്, ബഡ്ജറ്റ് ഡിവിഷൻ. ആൻഡ് ഫൈനലൈസ്ഡ് ത്രൂ മീറ്റിംഗ് വിത്ത് കീ മിനിസ്ട്രി. എന്നിട്ട് എന്ത് ചെയ്യും, അത് ഫൈനലൈസ് ചെയ്യും ഓരോ കീ മിനിസ്ട്രീനെ മീറ്റിംഗ് വിളിച്ചിട്ട്. റവന്യൂ റെസിപ്റ്റ് ആർ ഡിവൈഡ് ഇൻ ദ ഫോളോയിങ് ഇൻ ടു ദ ഫോളോയിങ് കാറ്റഗറി ഫോർ എസ്റ്റിമേഷൻ പർപ്പസ്. എസ്റ്റിമേഷൻ പർപ്പസിന് റവന്യൂ റെസിപ്റ്റ് നമ്മൾ ഫോളോയിങ് കാറ്റഗറി ആയിട്ട് തിരിക്കും. ടാക്സസ്, ഡ്യൂട്ടീസ് ആൻഡ് റെസിപ്റ്റ് ഫ്രം യൂണിയൻ ടെറിട്ടറീസ് വിതൗട്ട് ലെജിസ്ലേച്ചർ. ലെജിസ്ലേച്ചർ ഇല്ലാത്ത യൂണിയൻ ടെറിട്ടറീസ് ഉണ്ടാവും, അവിടെ നിന്നുള്ള ടാക്സസ്, ഡ്യൂട്ടീസ്, റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ ലെജിസ്ലേച്ചർ ഉണ്ടാവില്ല. ഓക്കെ, ഭരണ സംവിധാനം ഇല്ലാത്ത
യൂണിയൻ ടെറിട്ടറീസ് ഉണ്ടാവും. ഇനി ഇൻട്രസ്റ്റ് റെസിപ്റ്റ് ഓൺ ലോൺ ആൻഡ് അഡ്വാൻസ്. ഇൻട്രസ്റ്റ് റെസിപ്റ്റുകൾ ഉണ്ട്. അതിലെ ലോണിനും അഡ്വാൻസ് കൊടുത്തതിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് റെസിപ്റ്റ്. ദിസ് കാറ്റഗറി ഇൻക്ലൂഡ് ഇൻട്രസ്റ്റ് റവന്യൂ ഫ്രം ലോൺ സാങ്ഷൻഡ് ബൈ വേരിയസ് മിനിസ്ട്രി ആൻഡ് ഡിപ്പാർട്ട്മെന്റ്. വേരിയസ് മിനിസ്ട്രിയും ഡിപ്പാർട്ട്മെന്റും പാസ്സാക്കിയിട്ടുള്ള ലോണിന് കിട്ടുന്ന ഇൻട്രസ്റ്റ്. സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറി ഗവൺമെന്റ് ഉണ്ടാവും, ഫോറിൻ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടാവും, പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിന് അല്ലെങ്കിൽ അതർ ഓർഗനൈസേഷൻ, ഗവൺമെന്റ് എംപ്ലോയീസ് അണ്ടർ സ്പെസിഫിക് ലോൺ സ്കീമിലൂടെ ഗവൺമെന്റ് എംപ്ലോയീസിന് കൊടുത്തിട്ടുണ്ടാവും, ഡിപ്പാർട്ട്മെന്റൽ കൊമേഴ്ഷ്യൽ അണ്ടർടേക്കിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടാവും, ഇതൊക്കെ കിട്ടുന്നത്. പിന്നെ ഉള്ളത് എക്സ്റ്റേണൽ ഗ്രാൻഡ് അസിസ്റ്റന്റ് ആൻഡ് എയ്ഡ് മെറ്റീരിയൽ. എന്തെങ്കിലും പുറത്തുനിന്ന് കിട്ടുന്ന ഗ്രാൻഡ് അസിസ്റ്റന്റ് കിട്ടും. അതർ റവന്യൂ റെസിപ്റ്റ് ഇൻക്ലൂഡിങ് സെസ്. ഇതാണ് എന്ത് റവന്യൂ റെസിപ്റ്റ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ക്യാപിറ്റൽ റെസിപ്റ്റ്. Capital receipt refers to fund raised by the government through loan, disinvestment, other capital transaction. ഗവൺമെന്റ് എന്ത് ചെയ്ത് ലോണിലൂടെയോ ഡിസ്ഇൻവെസ്റ്റ്മെന്റിലൂടെയോ അതർ ക്യാപിറ്റൽ ട്രാൻസാക്ഷനിലൂടെ കണ്ടെത്തുന്ന പണത്തെയാണ് എന്താ പറയുക ക്യാപിറ്റൽ റെസിപ്റ്റ്. ഓക്കെ, നമ്മൾ ലോണിലൂടെ ഉണ്ടാകുന്ന ഫണ്ട് ഉണ്ടല്ലോ അതിനെന്ത് അതെന്താണ് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടി വിൽക്കാം. അതർ ക്യാപിറ്റൽ ട്രാൻസാക്ഷൻ. Components of capital receipt. Loan repayment include repayment received from loans given to state, union territory government, foreign government, public sector enterprises. Disinvestment of equity holding in public sector enterprises. Public sector enterprises ആയിട്ടുള്ള ഒരു സ്ഥാപനം എന്ത് ചെയ്യാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് അത് വിൽക്കാണ്. അപ്പൊ ആ സെയിലൂടെ കിട്ടുന്ന വരുമാനം ഉണ്ടല്ലോ അത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. മാനേജ് ബൈ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെന്റ്. ഇഷ്യൂസ് ഓഫ് ബോണസ് shares by public sector undertaking. Bonus shares issued by government owned companies to the central government. Government owned companies central government വേണ്ടിയിട്ട് എന്ത് ചെയ്ത് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തു. അതിലൂടെ കിട്ടുന്ന വരുമാനം ക്ലാസിഫൈഡ് അണ്ടർ മേജർ ഹെഡ് 4000 മിസേലിനിയസ് ക്യാപിറ്റൽ റെസിപ്റ്റ്. ഇത് വരുന്നത് മേജർ ഹെഡ് 4000 ഇതിന് കീഴിലാണ്. എസ്റ്റിമേറ്റ് സബ്മിറ്റഡ് ബൈ ചീഫ് കൺട്രോളർ ഓഫ് അക്കൗണ്ട് ഇൻ കമ്പനി വൈസ് ഫോർമാറ്റ്. ഇതിന്റെ എസ്റ്റിമേറ്റ് സബ്മിറ്റ് ചെയ്യുക ചീഫ് കൺട്രോളർ ഓഫ് അക്കൗണ്ട് ഇൻ കമ്പനി വൈസ് ഫോർമാറ്റ്. ഇനി നെറ്റ് റെസിപ്റ്റ് അണ്ടർ പബ്ലിക് അക്കൗണ്ട് ട്രാൻസാക്ഷൻ ഇൻക്ലൂഡ് ട്രാൻസാക്ഷൻ ഫ്രം പ്രൊവിഡന്റ് ഫണ്ട്, സ്മോൾ സേവിംഗ് ഡെപ്പോസിറ്റ്, റിസർവ് ഫണ്ട്. നമ്മൾ പബ്ലിക് അക്കൗണ്ട് ട്രാൻസാക്ഷനിലൂടെ കിട്ടുന്ന നെറ്റ് റെസിപ്റ്റുകൾ ഇതൊക്കെയാണ് ഈ റെസിപ്റ്റിൽ ഉൾക്കൊള്ളുക. ഇതാണ് ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇങ്ങനെ നമ്മൾ കണ്ടെത്തുന്ന പണത്തെയാണെന്ന് പറയാം നമ്മൾ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് നമ്മൾ പറയാം. അപ്പൊ രണ്ട് രീതിയിലാണ് റവന്യൂ റെസിപ്റ്റും ക്യാപിറ്റൽ റെസിപ്റ്റും ആണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്.